ചേർത്തലയിൽ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ പരിശോധന നടത്തി. ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് പരിശോധന നടത്തിയത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു പരിശോധന. രാവിലെ 11 മണിയോടുകൂടിയാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. 10 മീറ്റർ വരെ മനുഷ്യ ശരീരാവശിഷ്ടമുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക റഡാർ സംവിധാനമാണ് ഇതിനായി ഉപയോഗിച്ചത്. പിന്നീട് സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായിട്ടുള്ള റോസമ്മയുടെ വീട്ടിലും പരിശോധന നടത്തി. സെബാസ്റ്റ്യനെ അറിയാമെന്നും അറിയില്ല എന്നും പരസ്പര വിരുദ്ധമായുള്ള മറുപടികളായിരുന്നു മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇവർ പറഞ്ഞത്. നിങ്ങൾ ഇതിനകത്ത് ഇടയ്ക്ക് നിങ്ങൾ രണ്ടും കൂടെ ഈ ഐഷയും അതോടൊപ്പം തന്നെ ചേച്ചിയും കൂടെ ചേർന്ന് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാനൊരു ദിവസം ഇവിടെ ഇല്ലാതിരുന്നപ്പം ഐഷയും തെളിച്ചത് ഞാനവിടെ ഇല്ലായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ഞാൻ വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളി അന്ന് റിയൽ എസ്റ്റേറ്റാണ്, ആരാടെ കൊണ്ടുവന്ന് കാണിക്കാനാണ്. പരിചയമുണ്ടോ ചോദിച്ചിട്ട് ഈ ബിന്ദു പത്മനാഭന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാമോ? ഇല്ല, അങ്ങനെ ഒരു പേരൊക്കെ ഇപ്പൊ ഈ കേസും പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോഴേ കുറിച്ചൊക്കെ സെബാസ്റ്റ്യനൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ആവശ്യമില്ല. സെബാസ്റ്റ്യൻ ഇവിടെ വരുമായിരുന്നോ? ഇല്ല. സെബാസ്റ്റ്യൻ ഇവിടെ വരുമായിരുന്നോ? നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിട്ടാണോ നിങ്ങൾ എന്നോട് അതുപോലാണ് സെബാസ്റ്റ്യൻ വരുന്നത്. പിന്നല്ലാതെ ഇത്രയും പേര് പഠിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്റെ ആരെങ്കിലും ആണോ? വഴിയോ പോകുന്നവർ. സെബാസ്റ്റ്യന് റോസമ്മയും ഐഷയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഐഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ സെബാസ്റ്റ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് റോസമ്മയാണല്ലോ. അല്ലാതെ അതിനു മുമ്പ് സെബാസ്റ്റ്യൻ ഇതിലെ കൂടി വന്നു പോകുന്നത് നമ്മൾ കാണുന്നുള്ളതാണ്. ആര്? റോസമ്മയായിട്ട് ബന്ധമുണ്ടല്ലോ. റോസമ്മയായിട്ട് ബന്ധമില്ലാതെ എൻ്റെ അപ്പച്ചിയായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയില്ലല്ലോ. ഈ ആളോട് നിൽക്കുന്നത് കാണാം, വസ്തു കച്ചവടവുമായിട്ട് ആ ഒരു പേരിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വരുന്ന അപ്പച്ചിയുടെ ഒരു കൂട്ടുകാരിയായിട്ടായിരുന്നു റോസമ്മ. ആ നിലയിലാണ് പിന്നെ അപ്പച്ചിയും നമ്മുടെ സെബാസ്റ്റ്യനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധത്തെ തുടർന്ന് റോസമ്മയുടെ ഇടപെടലോടുകൂടിയാണ് ഐഷയെ കാണാതായത് എന്നാണ് സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം റോസമ്മയുടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കോഴി ഫാമിനുള്ളിൽ പരിശോധന നടത്തിയത്. ഇതിനുശേഷം ചോദ്യം ചെയ്തുവെങ്കിലും പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഇവർ പോലീസിനോട് നൽകിയത്. റോസമ്മയും ഐഷയും സെബാസ്റ്റ്യനുമൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാലും ഐഷയെ കാണാതായത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത്. ഐഷയെ കാണാതായതിനു ശേഷം അവരുടെ ഫോൺ റോസമ്മയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ബിന്ദു പത്മനാഭന് പിന്നാലെ ഐഷയെ കാണാതായതിന് സെബാസ്റ്റ്യനും റോസമ്മയ്ക്കും പങ്കുണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത്തരത്തിൽ ഓരോ ദിവസവും ചേർത്തലയിലും പരിസരത്തു നിന്നും സ്ത്രീകളെ കാണാതായതിനെക്കുറിച്ചുള്ള ദുരൂഹത ഇപ്പോഴും ഉയരുകയാണ്. കൈരളി ന്യൂസ്, ആലപ്പുഴ.